ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഗാർഡൻ മേക്കർ. കഴിഞ്ഞ വർഷം നമ്മുടെ പൂന്തോട്ടത്തിലെത്തിയ അതിഥിയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഡോക്ടർ റാവു എന്ന ബോഗൺവില്ല പ്ലാന്റാണിത്. ഇതിൻ്റെ വെരിഗേറ്റഡ് ലീവ്സാണ് ഇതിൻ്റെ ഭംഗി കൂട്ടുന്നത്. ഇതിന് കൃത്യമായ കെയറിംഗ് ഒക്കെ നടത്തി ഒരു വർഷമായപ്പോൾ നന്നായിട്ട് പൂവിട്ട് തുടങ്ങി. നമ്മുടെ നേരത്തെയുള്ള ബോഗൺവില്ലയുടെ വീഡിയോസിലൂടെ എല്ലാം ബോഗൺവില്ലയ്ക്ക് വേണ്ട പ്രൂണിങ്ങും വളപ്രയോഗവും എല്ലാം എല്ലാവരും കണ്ടു കാണുമല്ലോ. അതിൻ്റെ റിസൾട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ബോഗൺവില്ല പ്ലാന്റുകൾ അങ്ങനെ വളവും വെള്ളവും ആവശ്യമായ പ്രൂണിങ്ങും ഒക്കെ കൊടുത്തപ്പോൾ മനോഹരമായി പൂവിട്ട് നിൽക്കുന്നത് ഒരു അതിസുന്ദര കാഴ്ചയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നേരത്തെയുള്ളൊരു വീഡിയോയിൽ ഒരു ചെടിയിൽ തന്നെ പല വർണ്ണങ്ങൾ വിരിയിക്കാം എന്നുള്ളൊരു പരീക്ഷണം നടത്തിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് വിജയിച്ചില്ല. എന്നാലും നമുക്കിനി വിജയിക്കുവാൻ വേണ്ടി ഇനിയും പരീക്ഷണങ്ങൾ നടത്താം. ഓരോ ചെടിയും ഈ വിധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ പിന്നിലുള്ള അധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ്. ചെടികൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വേണ്ട കെയറിങ്ങും വളപ്രയോഗവും പരിപാലനവും എല്ലാം കൃത്യമായിട്ട് നടത്തണം. അല്ലാതെ കൊണ്ടു ചെന്ന് നമ്മൾ നട്ടിട്ട് അതിന് വേണ്ട കെയറിങ് കൊടുക്കാതിരുന്നാൽ ആ ചെടി അതിൻ്റെ വഴിക്ക് പോകും, അത് നാശത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇഷ്ടമുള്ള ആ ചെടിയെ അതിന് വേണ്ട പരിചരണം എല്ലാം കൊടുത്ത് നന്നായി വളർത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന ചെടികളും നമുക്ക് സൗജന്യമായി കിട്ടുന്നവയും. അതിന് നമ്മൾ ഈ സൗജന്യമായി കിട്ടുന്നവയ്ക്ക് വേണ്ടത്ര മൂല്യം കൽപ്പിക്കാറില്ല. അത് വീണ്ടും നമുക്ക് കിട്ടും എന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ്, നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ ചെടി നമുക്ക് ചെടിക്ക് വേണ്ട മൂല്യം നമ്മൾ കൽപ്പിക്കാറില്ലാത്ത. എന്നാൽ വില കൊടുത്ത് മേടിക്കുന്നവയെ നമ്മൾ കാര്യമായി നോക്കാറുണ്ട്. ഓരോ നഴ്സറിയിലും വീടുകളിലും കാണപ്പെടുന്ന ഈ മനോഹര കാഴ്ചയ്ക്ക് പിന്നിൽ ഒരു വലിയ അധ്വാനത്തിൻ്റെ കഥ തന്നെ പറയാനുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ എന്തഭിപ്രായവും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. നമ്മുടെ ഗാർഡനിൽ പുതുതായിട്ട് 4 അതിഥികളെ കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 4 നല്ല വെറൈറ്റീസാണ്. ഒരു ചെടിയിൽ തന്നെ വിവിധ വർണ്ണങ്ങൾ വിരിയുന്ന സൂഫിയ ഇന്ത്യാന, ഗോൾഡൻ സൺസെറ്റ്, അതുപോലെ ഫയർ ഓപ്പാൽ, നല്ല ഓറഞ്ച് കളർ വരുന്ന ഫയർ ഓപ്പാലാണ്. അതുപോലെ നല്ല കടുത്ത റെഡ് കളർ വരുന്ന ചില്ലി റെഡ്. ഈ 4 പ്ലാന്റ് നല്ല വില കൊടുത്താണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഓൺലൈൻ പർച്ചേസാണ് നടത്തിയത്. എന്തായാലും നന്നായിട്ട് ഞാൻ കെയറൊക്കെ ചെയ്തുകൊണ്ട് ആ ചെടികൾ എനിക്ക് നല്ലപോലെ കിട്ടി. ഇപ്പോൾ പൂവിടാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് പൂവൊക്കെ ഇട്ട് ആ ചട്ടിയിലൊന്ന് സെറ്റായതിനു ശേഷം മാത്രമേ ഞാൻ വലിയ ചട്ടിയിലേക്ക് മാറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ പ്ലാന്റ് എനിക്ക് നഷ്ടപ്പെട്ടു പോകും. പൂവിടാൻ തുടങ്ങിയ നമ്മുടെ ബോഗൺവില്ലയ്ക്ക് ഒരു ചെറിയ വളപ്രയോഗവും കൂടെ നടത്താം. കൂടുതൽ ദിവസം പൂക്കൾ നിലനിൽക്കാനും അതുപോലെ ഇനി ഒരു 6 മാസത്തേക്ക് നമ്മുടെ ബോഗൺവില്ലയുടെ പൂക്കാലമാണ്. ആ 6 മാസവും നമുക്ക് തുടർച്ചയായി പൂക്കൾ കിട്ടണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ വളപ്രയോഗം. അതുപോലെ നിറച്ച് പൂവിടാനും ഒരു ചെറിയ ട്രിക്ക് കൂടിയുണ്ട്. ഈ പൂവിടുന്ന ചെടിയുടെ അഗ്രഭാഗം നമ്മളൊന്ന് നുള്ളിക്കളഞ്ഞാൽ അവിടെ നിന്ന് പുതിയ പൂക്കൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി ഈ ചെടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ തണ്ടുകളുടെ അഗ്രഭാഗം ഒന്ന് നുള്ളിക്കളയുന്നത് നല്ലതാണ്. അതുപോലെ കൂടുതൽ ഇലകളുണ്ടെങ്കിൽ അതും ഒന്ന് നമുക്ക് പറിച്ചു മാറ്റിക്കളയാം. അപ്പോഴും ചെടികളിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെന്ന് പറയുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കുറച്ച് കൂട്ടുവളവും ഒക്കെ ചേർന്ന ഒന്നാണ് ഈ ഓരോ ചെടിയുടെ ചുവട്ടിലേക്കും കൊടുക്കുന്നത്. ആ ചെടിയുടെ ചുവട്ടിലേക്ക് കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം
വളപ്രയോഗം നടത്താനായിട്ട്. അതുപോലെ ഈ വളപ്രയോഗം നടത്തുന്ന ദിവസം ചെടിക്ക് നമ്മൾ നന്നായിട്ട് വെള്ളവും കൊടുക്കണം. വെള്ളം കൊടുക്കുമ്പോൾ ചെടിയിൽ നിന്ന് വെള്ളം വാർന്നു പോകത്തക്ക രീതിയിൽ, ഒഴുകിപ്പോകത്തക്ക രീതിയിൽ കൊടുക്കരുത്. ആ ചുവട്ടിൽ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി. അത് പ്രത്യേകിച്ച് പറയാൻ കാരണം, നമ്മൾ ബോഗൺവില്ലയ്ക്ക് നല്ലപോലെ വെള്ളം നനച്ച് കൊടുക്കാറില്ലല്ലോ. 2 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുത്താൽ മതി ബോഗൺവില്ലയ്ക്ക്. അങ്ങനെ ഒരു സൗകര്യമുണ്ട് നമുക്ക്. എല്ലാ ദിവസവും ഇത് നനച്ച് കൊടുക്കണ്ട. വളപ്രയോഗം നടത്തുന്ന ദിവസം ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അതുപോലെ ഈ ചെടിയുടെ അത്യാവശ്യം വേണ്ടത് ഒരു നല്ല വെയിലാണ്. ആ വെയിലും കൂടെ ഉണ്ടെങ്കിലാണ് ചെടി നന്നായിട്ട് പൂവിടുന്നത്. അതുപോലെ ഈ ചെടിയിൽ ഇനി നമ്മൾ കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് നാനോ യൂറിയയാണ്. നേരത്തെ നമ്മൾ അടീനിയത്തിന് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. ആ നാനോ യൂറിയയും കൂടെ ഈ ചെടിയുടെ തണ്ടുകളിലും എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടിക്ക് കൂടുതൽ പൂക്കൾ കിട്ടും. നാനോ യൂറിയ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഓൺലൈൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ നാനോ DAP എന്നുള്ളൊരു വളവുമുണ്ട്. അടീനിയത്തിനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ വളങ്ങളാണ്. ഈ വളങ്ങളുടെ കൃത്യമായ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓരോ ചെടിയിലും കാണാൻ കഴിയും. നിങ്ങൾക്കും ഇതുപോലെ ബോഗൺവില്ലകൾ മനോഹരമായി നട്ടു വളർത്താൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഈ വേനൽക്കാലത്ത് ഇനി വരുന്ന സമയങ്ങളിലും അതുപോലെ കൃത്യമായി നമുക്ക് റോഡരികിലെല്ലാം ബോഗൺവില്ലകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ച കണ്ണിന് കുളിർമയേകുന്ന ഒന്ന് തന്നെയാണ്. ഈ ബോഗൺവില്ലകൾ നട്ടുപിടിപ്പിക്കാൻ വളരെ എളുപ്പമാണെന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൊമ്പുകൾ എടുത്ത് കുത്തിവെച്ച് പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കുക. അത് വേനൽക്കാലത്ത് ഇതുപോലെയുള്ള മനോഹരമായൊരു കാഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഓരോ ചെടിക്കും അതിനു വേണ്ട കെയറിങ്ങും വളപ്രയോഗവും ഒക്കെ നടത്തിയാൽ നമുക്ക് നന്നായിട്ട് ഓരോ ചെടിയെയും സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഓരോ ചെടിക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം വളർത്താൻ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും മറന്നു പോകരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം. ഇനി ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമെന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് കിട്ടുന്നത്. എല്ലാവർക്കും വളരെയധികം നന്ദി.